Bye-bye.
ഗാനം ഗാനത്തിനായിരം വർണ്ണം ഏഴല്ല നീളമത് നീളെഴുപതല്ല നൂറ് നൂറ് വന്ന മഴ വില്ലുകൾ വിരിഞ്ഞൊരഴക ചുവടു വെച്ചു പാടാം ആകാരം മനസ്സ് കണ്ട് നേരാം ആശംസ മംഗളങ്ങൾ മാറിക്കോരിച്ചൊരിയാം നമുക്ക് മധുരിതു വാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം നാളത്തെ ദിനങ്ങളെ ഒരുമിച്ചൊരു മനസ്സുമായി എതിരിട്ട് ജയിച്ചു വരുവാ ചുവടു വെച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേടാം ആശംസ മംഗളങ്ങൾ മാറിക്കുറിച്ചൊരിയാം നമുക്ക് മധുരിതു വാസന്തരാവിൽ പട്ടുമുത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസ ഉന്മാദമൊഴുകുമ്പോ ചുവടു വെച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ ചുവടു വെച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ ഉയിലുകളെ മാവാ ഇടത്തുരുമികളെ മാവാ നല്ല മധുമിധുരാമുകളെ ധുവമിധുരങ്ങൾ നവമിധുരങ്ങൾ ഇവക്കാശംസകളേകാ വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു കുക്കുരു കുക്കു
ചെമ്പരത്തിയാണ്. പേര് ചെമ്പരത്തി. അനാദികാലം മുതൽ പ്രകൃതി സാക്ഷ്യം വഹിക്കുന്ന കുറച്ച് സംഗതികളുടെ ആവിഷ്കാരമാണ്. കുറഞ്ഞ വരികളേ ഉള്ളൂ, നിങ്ങൾ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ചെമ്പരത്തി ചിരിക്ക നീ, നേരിൻ്റെ നേർമയഴും നൈർമല്യമായി, നാടിൻ്റെ നന്മയായി നോവേറ്റു ചിരിക്ക നീ. ചെമ്പരത്തി ചിരിക്ക നീ. കുടിലിൻ്റെ മുറ്റത്തും കോവിലിൻ ചാരത്തും കാടിൻ്റെ കാവിൻ്റെ ആശ്രമ കവാടത്തിലും സർവരുമൊരേ തറവാടിൻ്റെ സന്തതികളെന്നു നിശബ്ദമായോതിയും ഗർവന്നേ അനർത്ഥമായി വരുമെന്നോർത്തു ശിരസ്സു കുനിച്ചു വരവേൽപ്പോതിയും കാലചക്രത്തിൻ കാരിരുമ്പൊച്ച തൻ കരളിൽ തറച്ചതൊളിച്ചും ചെഞ്ചോരയിറ്റ ചരിത്രത്താളിലെ ശോണിമ പടർന്നുള്ളം പിന്നെയും ചുവന്നും രക്താശ്രുകണങ്ങളെ സഗഗതം നെഞ്ചേറ്റൊരാ ദിനമിന്നുമോർക്കുന്നു നീ. ആദിയിലരുമ സോദരനെ കൊന്നൊരാ ദുർദിനത്തിൽ കാനന വീഥിയിൽ നീയാർത്തു അരുത് കൊല്ലരുതെന്നു ഗദ്ഗതം പൂണ്ടു നീ കരഞ്ഞാർത്തു. പകപ്പനി പടർന്നകത്തളം കാളകൂടം നിറഞ്ഞ കാബീലിൻ കൈകളിൽ സോദര കണ്ഠനാളം പിടഞ്ഞൊരാ നിമിഷാർദ്ധത്തിൽ കരളു പിടഞ്ഞു. കരതലത്താൽ മുഖം പൊത്തി നീ വിലപിച്ചൊരാ വിലാപച്ചൂടി ആഴിതന്നകം വെന്താവിയായതു കാർമേഘമിന്നും പെയ്തു തീർക്കുന്നു. ചെമ്പരത്തി ചിരിക്ക നീ. ചെമ്പരത്തി ചിരിക്ക നീ. അടുത്തത് ഒരു ഗാനം ആലപിക്കാനായി നാഷിദിനെ ക്ഷണിച്ചോളൂ. ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കൈവാർമതി പൊന്നു തീരുണ്ടോ വനം പാടി തൂവലുണ്ടോ ഉള്ളില്ലാമോദ തിരകുമ്പോൾ മൗനം പാടുന്നുണ്ടോ ഉള്ളില്ലാമോദ തിരകുമ്പോൾ മൗനം പാടുന്നുണ്ടോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടത് ചൊല്ലി കുഞ്ഞോടെ കുമ്പാടി മാണ്ടി ചാചാട്
പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശിപ്പെട്ടൊരു ചെറിയ എന്നോളെ കുമ്പാടി മാമന്റെ ചാഞ്ചാട് വെള്ളരി പിഞ്ചി പോലും ചുമ്മാ കള്ള കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി മച്ചിങ്ങ പിച്ചിങ്ങ തിച്ചിങ്ങയോടത്ത് പിച്ച നടന്ന് ചൊല്ലി കുഞ്ഞോളെ കുമ്പാടി മാമന്റെ ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാടി മാമന്റെ ചാഞ്ചാട് അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മരുവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടിപ്പാടി ചെങ്ങാറ്റത്തിൻ ചെങ്ങാതിമാര് സ്വാഗതം പുന്നയൂർ കുളത്തിന്റെ സൗഹൃദത്തിലേക്ക് സ്വാഗതം सारे रूल्स ब्रेक कर ले साडे नाल पूरे तेरे योग कर ले आजा लिप लोग कर ले जावे जो मीठी मीठी बात सुनिए रब मैं करांगा पूरी रात सुनिए छट दुनिया नु मेरी बाहों में तू आजा लिप लोग कर ले गोरा गोरा ये रंग तुम्हें क्लाने दे हो दिल होगा भी है साथ भी है रात भी है जवान हो भी हो मांसे का ये जास है पल यूं ही मगा जाए जो मीठी मीठी बात सुनिए रब मैं करांगा पूरी रात सुनिए छत दुनिया में मेरी बाहों में तू अगर लिप लोग कर ले boom 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 say boom 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 everybody sing like that let's go boom 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 everybody sing okay I'm rocking out the whole room say this because all I go do is say I'm rocking out in the party I'm the party me got a shot I should ride with me tonight and get the mic cause all I go is some shit boom boom say it boom 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 what do you know पसंद करना सारा जहां सामने दे आज सामने दे आहों में समा सारे मन भूल गए दिल खाने दे आवी हो जा जरा साडे नाल पूरे तेरे याद कर ले आजा लिप लोग कर ले okay boom 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 everybody sing that boom 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 everybody sing हम तेरे बिना अब रह नहीं सकते तेरे बिना क्या वजूद मेरा तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा
क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो। तेरा मेरा रिश्ता है कैसा, एक पल दूर गवारा नहीं, तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी, कोई लम्हा मेरा ना हो तेरे बिना, हर सांस पे नाम तेरा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो, क्योंकि तुम ही हो, अब तुम ही हो मेरी आशिकी, अब तुम ही हो। हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद। അടുത്ത ഗാനം ആലപിക്കുന്നതിനായി നാസർ പരുവശിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 7-ാം തീയതി മഹാനായ മ്യൂസിക് സംവിധായകൻ ബാബുരാജിൻ്റെ 35-ാം ചരമവാർഷികമാണ്. ഞാൻ ബാബുരാജ് ഫൗണ്ടേഷനിലൊക്കെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് വെറുതെ ഇരുന്ന് കൂടി. അപ്പോൾ ബാബുരാജിൻ്റെ 1-2 പാട്ടുകൾ, ഒരു ഫുള്ളില്ലെങ്കിലും ചെറിയ ഇതിൽ പാടാം. ആദ്യമായി കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ, കൽപ്പിച്ചുറപ്പനി കേകിയ മലർമുത്ത്, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ, കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിയിലുണ്ടായ വിണ്ണല്ലേ, കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിയിലുണ്ടായ വിണ്ണല്ലേ, താമരമൊഴിയെന്നു തങ്കത്തിൻ കവിളെന്നു തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ, കൺമണി നിൻ മലർത്തൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാനെന്നാലും, ഉമ്മാടെ കണ്ണാണ് ഉപ്പാടെ കരളാണ്, ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ, ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ, കൽപ്പിച്ചുറപ്പനി കേകിയ മലർമുത്ത്, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. എനിക്ക് വയസ്സ് 63. ഇത് ഞാൻ ഒരുപാട് കോളേജിൽ പഠിക്കുമ്പോൾ പാടിയൊരു പാട്ടാണ്.
അപ്പോഴും ഇത് ശ്വാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒരു ഒപ്പനയും കൂടി ഇതാ മിസ്സിസ് സൈനുദ്ദീൻ രണ്ടുപേരും ഒരു ഒപ്പനയും കൂടി പാടിയിട്ട് നിർത്താം. മദനപ്പൂവനം വിട്ട് മണവാളൻ വന്ന് മണിമൊച്ചിയിലൊളിച്ചല്ലോ മണവാട്ടി പെണ്ണ്. ചന്ദ്രിക പോലുള്ള സുന്ദരിയാണ്, അന്തിവിളക്കിൻ പൊന്തിരിയാണ്, മഴവില്ല് പലവട്ടം ഇഴിക്കുള്ളിൽ വിരിഞ്ഞ് കണ്ണെത്താത്തുള്ളൊരു ദൂരത്ത് ഒരു പൊന്നിൻ കീനാവിൻ്റെ ഓരത്ത് എത്താത്ത കൊമ്പത്ത് കൂടന്നു കൂട്ടുവാൻ എന്തിനു മോഹിച്ചു തത്തമ്മേ. തത്തമ്മ ചിറകൊത്ത വെത്തില വേണം, കസ്തൂരി കുഴമ്പൊത്ത കാർക്കുന്തൽ വേണം. മദനപ്പൂവനം വിട്ട് മണവാളൻ വന്ന് മണിമൊച്ചിയിലൊളിച്ചല്ലോ മണവാട്ടി പെണ്ണ്. ചന്ദ്രിക പോലുള്ള സുന്ദരിയാണ്, അന്തിവിളക്കിൻ പൊന്തിരിയാണ്, മഴവില്ല് പലവട്ടം ഇഴിക്കുള്ളിൽ വിരി. താങ്ക് യു എന്നെ സഹായിച്ചതിന് താങ്ക് യു. കലാപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അടുത്തത് ഐഷ സുൽത്താന, അടുത്തത് അഫ ഫാത്തിമ, ഇർഫാന ഷക്കീൻ, വാഷിദ് അബ്ദുൽ കരീം, അടുത്തത് റിഷാൻ മുക്കണ്ടത്ത്. ശ്രീ ഹമീദ് സംഘനകുളത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നാസർ പർദേശി, നബീല നാസർ. ഞാൻ ഈ കേരള ഹാസ്യവേദിൻ്റെ സെക്രട്ടറിയാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഈ വയസ്സന്മാരെല്ലാവരും കൂടി ഉള്ളൊരു ഇതാണ്. എല്ലാവരും പിന്നെ സൗന്ദര്യറാണിക്ക് കൊടുത്തപ്പോൾ നമ്മൾ വിരൂപറാണിക്കും വിരൂപരാജനും കൊടുത്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഏറ്റവും നല്ല കൊടവയറൻ, അതുപോലെ തന്നെ ഏറ്റവും നല്ല പിന്നെ കഷണ്ടിക്കെല്ലാം കൊടുത്താണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈയിടെ രണ്ട് ദിവസം മുമ്പ്, അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ എന്ന് വെച്ചാൽ നമ്മളെ സാമൂഹ്യ മന്ത്രി മുനീറിൻ്റെ അമ്മോശനാണ്, ഫാദറിലാണ്. ഒരു 3-4 ദിവസം മുമ്പ് KMCCയിൽ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാനവിടെ ഇങ്ങനെ സദസ്സിലിരിക്കുക. അപ്പോൾ മുനീർ വന്നിട്ട് നമ്മളെ അമ്മോശനെ അന്വേഷിക്കേണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു മൂപ്പർക്കൊന്നും ഞാൻ കൊടുക്കാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അതല്ല പിന്നെ ഹാസ്യത്തിന് ഇപ്പോൾ നിങ്ങൾ പുതിയതൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഞാനൊരു തമാശ നിങ്ങൾക്ക് ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയാം, എങ്കിലും നമ്മൾ സാധാരണ തമാശ അല്ലാണ്ട് ഇതിനായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഇതേമാതിരി ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് അങ്ങനെ മൂപ്പര് പിന്നെ പെട്ടെന്ന് മൂപ്പര് മൂത്ത മകൻ ഇതേമാതിരി പെട്ടെന്ന് ആക്സിഡൻ്റായി നേരെ മൂപ്പര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് രണ്ടാമത്തെ മോനെ വിളിക്കുക. എടാ കാക്കക്ക് ആക്സിഡൻ്റ് ആക്കി മോനെ, ഈ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നീ വാന്ന് പറഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ എടുത്ത് വാപ്പ ഇവിടുന്ന് കൊണ്ടുപോയി എമർജൻസി ഒക്കെ എടുത്ത് കൈ പിടിച്ച് അങ്ങനെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പൊന്നുമോനെ ഈ എവിടെ എത്തിയടാ? ഞാൻ പൊറ്റമ്മൽ എന്ന് വെച്ചാൽ നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്, പൊറ്റമ്മൽ എത്തിക്കുന്നു. എന്നാൽ മോനെ ഈ കത്തിച്ച് മോട്ടോർ സൈക്കിൾ കത്തിച്ച് വരാനറിയും. മൂപ്പരവിടെ നിർത്തി എമർജൻസി ഒക്കെ കത്തിച്ച് അവിടത്തെ കുട്ടി മരിച്ചുപോയി. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള തമാശകൾ സാധാരണ ഇതിലൊന്നും ഇത് നമ്മളിപ്പോൾ ഒരു പിന്നെ ഹാസ്യ കലാകാരനോ അല്ലെങ്കിൽ മിമിക്രി സ്റ്റാറൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മൊബൈൽ യുഗമാണല്ല. അപ്പോൾ ഞങ്ങൾ വടകരയിൽ നിന്ന് ഒരാൾ മരിച്ചിരിക്കണം. അപ്പോൾ മൂപ്പര് കോഴിക്കോട് വന്ന്, വടകര കോഴിക്കോട് കുറേ ദൂരമുള്ള. അപ്പോൾ കോഴിക്കോട് വന്നപ്പം ഈ മരിച്ച വിവരം അറിയിക്കാൻ വേണ്ടി മൂപ്പര് വന്നിട്ട് ₹1 കോയിൻസ് ഇട്ട് ഇതിൽ മറ്റേ ബോക്സിൽ ഇട്ടിട്ട് വിളിക്കുക. അപ്പം മൊബൈലിലേക്കാണ് പോണത്. അപ്പോൾ അതിന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുന്ന വ്യക്തി പരിധിക്ക് പറഞ്ഞത് മുത്ത മോളെ അയ്യൊന്ന് പറഞ്ഞാൽ നമ്മളെ മൂസക്കാക്ക മരിച്ചിക്കണം കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് പറയണതാണ്. അങ്ങനെ ഫോണ് കോടതിയിൽ വെച്ചപ്പോൾ ആ പൈസ കൊണ്ട് പോകുന്നത്. അൽഹംദുലില്ലാ ഇവിടെ കോഴിക്കോട്ട് വന്നാൽ മരിച്ചവരെ അറിയിക്കാൻ പൈസയും വേണ്ടോളി നമ്മൾ വടകരയിലതിനകത്ത്. ഇത് ഇങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ തമാശകൾ. അതുപോലെ തന്നെ അതുപോലെ ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ സുബൈയിൽ നിസ്കരിച്ചിട്ട് ഞങ്ങൾ തിരുവണ്ണൂർ ജംഗ്ഷനിൽ നിൽക്കുക. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ചോദിച്ചു, അല്ലക്ക ഈ റോഡ് എങ്ങോട്ടാണ് ഓടുന്നത്? ഞാൻ പറഞ്ഞു, മുത്തുമോനെ 60 വയസ്സ് കഴിഞ്ഞു, റോഡ് എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ റോഡെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പിന്നെ ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരോടൊക്കെ അവിടെ ആൾക്കാർ എല്ലാവരും റോഡ് എങ്ങോട്ട് റോഡ് എവിടെ?
എനിക്ക് പന്നിയങ്കരയിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു അത് ഇതിലെ നേരെ വിട്ടോളി എന്ന് പറഞ്ഞ്. അതേമാതിരി തന്നെ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് വെച്ച് എനിക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എവിടെ നിൽക്കേണ്ടതെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു റോട്ടിൻ്റെ നടുവ് കയറി ഇന്നോന്ന് പറഞ്ഞു. ആര് തട്ടിയിട്ടിട്ട് വേഗം മെഡിക്കൽ കോളേജ്. ഇതിൽ നമ്മളിങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇത് ചിരിക്കാനുള്ള അങ്ങനെ നമ്മളിങ്ങനെ സാധാരണ പറഞ്ഞു. അതുപോലെ തന്നെ ഒരാൾ മരുന്ന് ഷാപ്പ് കയറിയിട്ട് എടോ എനിക്ക് തലവേൻ്റെ മരുന്നുണ്ടാന്ന് പറഞ്ഞു. ഇല്ലക്ക. പിന്നെ ചോദിച്ചില്ല എടോ അതായിരിക്കരുത് അത് തലവേദന മാറുന്ന മരുന്നാണ്, തലവേൻ്റെ മരുന്നല്ല, തലവേദനക്ക് മരുന്നില്ലല്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തമാശകൾ നമ്മൾ ഇതിപ്പോൾ ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കല്യാണത്തിന് പോയാൽ ഒരു ഇത് കഴിഞ്ഞ് രണ്ടാമത് വന്ന് വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാത്തവരൊക്കെ അവർ. ഞാൻ പറഞ്ഞു കഴിക്കണവരെ വിളിക്കുന്നു, കഴിക്കാത്തവർ വന്നിട്ട് എന്താ നോക്കിക്കാനാ. കൂടുതൽ പറയാനെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു അവസരത്തിൽ കൂടാ എന്നാ ഞാൻ ഒരു പാട്ട് ഇപ്പോൾ പറഞ്ഞത് ഒരു പഴയ പാട്ടുണ്ട് ശ്രീധനത്തിനെതിരായിട്ടുള്ള. പെണ്ണിനൊരു മാരനെ കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ, പൊൻപണ്ടം വേണ്ടതെല്ലാം മുമ്പേ കരുതിക്കോ, ഉന്നത തറവാട്ടുകാരിയാണ് സമ്മതം നേടിക്കോ. പെണ്ണിനൊരു മാരനെ കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ, പൊൻപണ്ടം വേണ്ടതെല്ലാം മുമ്പേ കരുതിക്കോ, ഉന്നത തറവാട്ടുകാരിയാണ് സമ്മതം നേടിക്കോ. ഈ മൂന്ന് കാര്യം നല്ലൊരു ഈമാൻ കൊള്ളറ കൽബിൽ വെച്ചോ, ഈ മൂന്ന് കാര്യം നല്ലൊരു ഈമാൻ കൊള്ളറ കൽബിൽ വെച്ചോ, അതിനായി പെൺകുട്ടികളുള്ളവർ പൈസ കരുതിക്കോ, ഒന്നിനും കഴിയാത്ത കൂട്ടര് പെണ്ണിനെ മുക്കിലിരുത്തിക്കോ. പെണ്ണിനൊരു മാരനെ കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ, പൊൻപണ്ടം വേണ്ടതെല്ലാം മുമ്പേ കരുതിക്കോ, ഉന്നത തറവാട്ടുകാരിയാണ് സമ്മതം നേടിക്കോ. കല്യാണ ചന്തയിൽ പെണ്ണിനെ വിൽക്കലും വാങ്ങലും ചോറ്, കല്യാണ ചന്തയിൽ പെണ്ണിനെ വിൽക്കലും വാങ്ങലും ചോറ്, അതിനായി പെൺകുട്ടികളുള്ളവർ പൈസ കരുതിക്കോ, ഒന്നിനും കഴിയാത്ത കൂട്ടര് പെണ്ണിനെ മുക്കിലിരുത്തിക്കോ. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരോട് പറയരുത് സ്ത്രീധനത്തിനെ പറ്റി നിങ്ങൾ ആലോചിക്കണ്ട. ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഉണ്ട്. സ്ത്രീധനം വാങ്ങാണ്ട് അതും കൂടി ഒരു 2 വരി പാടിയിട്ടൊക്കെ. പൊൻവള ഇല്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കൂടം എൻ്റെ പൊന്നിൻ കൂടമെന്നും പൊന്നിൻ കൂടം. പൊൻവള ഇല്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കൂടമെന്നും പൊന്നിൻ കൂടം എൻ്റെ പൊന്നിൻ കൂടമെന്നും പൊന്നിൻ കൂടം. തേൻകനിയില്ലെങ്കിലും പൂമരത്തുമ്പിക്ക് പൂങ്കുല എന്നെന്നും പൂങ്കുല താൻ. തേൻകനിയില്ലെങ്കിലും പൂമരത്തുമ്പിക്ക് പൂങ്കുല എന്നെന്നും പൂങ്കുല താൻ. പൊൻവള ഇല്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കൂടം. താങ്ക് യു. അടുത്തത് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഇൻഷാദ് കരിങ്ങാട്ടലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷംസുദ്ദീൻ വെള്ളപ്പറമ്പിൽ, പ്രവാസി സഭ പ്രസിഡന്റ്, അധ്യക്ഷത മുഖ്യാതിഥി ഷംസുദ്ദീൻ നല്ലറ, ഉദ്ഘാടകൻ രമേശ് പയ്യന്നൂർ, പ്രകാശനം നിസാർ സെയ്ദ്, എൽവീസ് ചുമ്മാർ, ജലീൽ പട്ടാമ്പി, മറ്റു എല്ലാവർക്കും എൻ്റെ പേരിലും സഭയുടെ പേരിലും നന്ദി അറിയിച്ചു.